സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യമേ ബോഡി പീസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോഡി പീസ് കട്ട് ചെയ്യാനായിട്ട് 14 ഇഞ്ചിലാണ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 13 ഇഞ്ചാണ് കറക്റ്റ് ബോഡി പീസിൻ്റെ ലെങ്ത്ത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 14 ഇഞ്ചിലാണ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ താഴ്ത്തുമ്പിൻ്റെ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക മെറ്റീരിയൽ. ആദ്യമേ മുകൾ ഭാഗത്ത് ഇതുപോലെ 1/2 ഇഞ്ച് താഴ്ത്തുമ്പ് താഴ്ത്തിക്കൊണ്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം കറക്റ്റായിട്ടുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 13 ഇഞ്ചിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അവിടെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ എത്രയാണോ ഷോൾഡർ മാർക്ക് ചെയ്യുക. 6.5 ഇഞ്ചിലാണ് ഷോൾഡർ മാർക്ക് ചെയ്യണത്. 6.5 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്തേക്കുന്നത്. താഴെ ഇതുപോലെ ഒന്ന് ഇവിടെ ഒന്ന് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകൾ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് താഴോട്ട് 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ തയ്യൽ തുമ്പിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് എടുക്കുന്നതെങ്കിൽ 6.5 ഇഞ്ച്, തയ്യൽ തുമ്പ് കഴിഞ്ഞെടുക്കണമെങ്കിൽ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. 6.5 ഇഞ്ച് ഹാം ഹോള് മാർക്ക് ചെയ്യുക. അതിൻ്റെ സെൻറ്റർ 6.5 ഇഞ്ചിൻ്റെ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക. 6.5 ഇഞ്ചിൻ്റെ സെൻറ്റർ ഒന്ന് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെസ്റ്റിൻ്റെ 4 അടയാളപ്പെടുത്തുക. ചെസ്റ്റിൻ്റെ 4 അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കുന്നത്. കൂടുതൽ എടുക്കണമെങ്കിൽ കൂടുതൽ എടുക്കുക. ഞാൻ ഡെയിലി വെയർ ആയതുകൊണ്ട് 1 ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പ് എടുക്കുന്നത്. താഴെയും വേസ്റ്റിൻ്റെ 4 അടയാളപ്പെടുത്തുക. അതിൻ്റെ ഒപ്പം തന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹാം ഹോള് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഫ്രണ്ട് ഹാം ഹോളിന് വേണ്ടിയിട്ട് കുഴിച്ച് വരക്കാനായിട്ട് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് ഉള്ളിലോട്ടാക്കി കുഴിച്ചൊന്ന് വരച്ചു കൊടുക്കുക. മുകളിൽ നിന്ന് ഇതുപോലെ ഷോൾഡറായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹാം ഹോൾ കർവ് ഒന്ന് കുഴിച്ചൊന്ന് വരച്ചു കൊടുക്കുക. ശേഷം കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടും ബാക്കും വേറെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ആ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു സ്ലോപ്പും കൂടി ഒന്ന് ഇതുപോലെ താഴത്തൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ട് ബാക്ക് ഇതുപോലെ മാറ്റിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഹാം ഹോള് ഇതുപോലെ കുഴിച്ച് വരച്ചിരിക്കുന്നതൊന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സെൻറ്റർ ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്യാനായിട്ട് 4 ഇഞ്ച് ലെങ്ത്തിൽ 3 ഇഞ്ച് വീതിയിലാണ് നെക്ക് വീതി എടുക്കുന്നത്. അധികം വിടർത്താത്ത രീതിയിലാണ്, ഒതുങ്ങിയ രീതിയിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. 3 ഇഞ്ചിലൊന്ന് നെക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. 4 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ചിലൊന്ന് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അത് മാർക്ക് ചെയ്യുക. സ്ലീവിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തേക്കുന്നത്. അവിടെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇതിപ്പോൾ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് ഒരു തയ്യൽ തുമ്പ് കൂടി ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകൾ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് താഴത്തോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക.
അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആം ഹോൾ എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആം ഹോളിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ച് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. താഴ്ഭാഗത്ത് സ്ലീവിൻ്റെ വിത്തിൻ്റെ രണ്ടിലൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. അതിൻ്റെ ഒപ്പം അത് തന്നെ ഡബിൾ മാർക്ക് ചെയ്തിട്ട് തയ്യൽത്തുമ്പും കൂടിയാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് തയ്യൽത്തുമ്പ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. താഴെ ചുരുക്കിടണതുകൊണ്ടാണ് പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണതുകൊണ്ടാണ് ഇതുപോലെ ഷേപ്പിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടാനായിട്ടാണ് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒരു സൈഡ് കുഴിച്ചൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്. അതിനുശേഷം സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ടോട്ടൽ നമ്മുടെ ലെങ്ത്ത് വരുന്നത് 42 ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ തയ്യൽത്തുമ്പ് കൂട്ടാതെയാണ് കറക്റ്റായിട്ടുള്ള ലെങ്ത്താണ് പറയുന്നത്. മെറ്റീരിയലാണ് തയ്യൽത്തുമ്പ് കൂട്ടി കട്ട് ചെയ്യണത്. അപ്പോൾ അതുപോലെ തന്നെ ബോഡി ലെങ്ത്ത് വരുന്നത് 13 ഇഞ്ച്. അപ്പോൾ 42-ന് 13 ഇഞ്ച് പോകുമ്പോൾ 29 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ താഴ്ഭാഗത്ത് സ്കേർട്ട് പാർട്ട് 29 ഇഞ്ചിൽ നിന്ന് താഴെ ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് 3.5 ഇഞ്ചിലാണ് അത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് 25.5 ഇഞ്ചിലാണ് ലെങ്ത്ത് വന്നത്. അപ്പോൾ 1/2 ഇഞ്ച് താഴ്ത്തുമ്പും കൂടി കൂട്ടി 26 ഇഞ്ചിലാണ് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 26.5 മടക്കിയിട്ടിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യത്തക്ക രീതിയിൽ 26.5 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പോഴും കൂടി 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 9 ഇഞ്ചിൻ്റെ പാതി വരുന്നത് 4.5 ഇഞ്ചാണ്. അപ്പോൾ 4.5 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് 4 ഇഞ്ച് കൂടി തയ്യൽത്തുമ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് ആ അളവ് കൂട്ടിയിട്ട് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുക. അപ്പോൾ 4 ഇഞ്ച് തയ്യൽത്തുമ്പാണ് ഞാൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ 4.75 മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് 4.75 ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴ്ഭാഗത്തും ക്രോസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഇതുപോലെ 4.75 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ട് മുകളിലത്തെ പോയിൻറ്റും താഴത്തെ പോയിൻറ്റും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ക്രോസായിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഫ്ലെയറായിട്ട് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയൊന്ന് വെച്ച് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഫ്രണ്ട് പാർട്ടിൽ 3 പീസ് വീതം മൊത്തം 6 പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും കൂടിയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ വെച്ച് 2 സൈഡ് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ക്യാൻവാസിൽ നെക്കിൻ്റെ ഡിസൈൻ കട്ട് ചെയ്യാനായിട്ട് ക്യാൻവാസിൽ ഇതുപോലെ ഒന്ന് ലെങ്ത്ത് 1/2 ഇഞ്ച് താഴ്ത്തുമ്പോൾ ഇതുപോലെ ഒന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് പീസിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. അതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം മുകൾ ഭാഗത്ത് നെക്കിൻ്റെ വിത്ത് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ 3.25 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് 3.25 ഇഞ്ചിൽ ഒന്ന് താഴ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത്
5 ഇഞ്ചിലാണ് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് 3.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ 1 ഇഞ്ച് ആണ് ഷോൾഡറിൻ്റെ ഇവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 ഇഞ്ചിലാണ് ഡിസൈൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്ത് 3.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 3.5 ഇഞ്ചിൻ്റെ ഉള്ളിൽ ആ ഡിസൈൻ ഒന്ന് നിൽക്കത്തക്ക രീതിയിൽ ഷേപ്പ് ചെയ്ത് വരാനായിട്ടാണ്. അപ്പോൾ 3.5 ഇഞ്ച് ഒന്ന് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ ഡിസൈൻ കട്ട് ചെയ്യാനായിട്ട് സ്ക്വയറിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടാക്കി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ക്യാൻവാസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴ്ഭാഗത്ത് ഗാദേഴ്സ് ഇടാനുള്ള ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത് പീസ് കട്ട് ചെയ്യാനായിട്ട് ആദ്യമേ ഇതിനൊരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന പീസിലാണ് ഗാദേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3.5 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് പറഞ്ഞിരുന്നത്. അപ്പം 3.5 ഇഞ്ചിൻ്റെ ഒപ്പം 1 ഇഞ്ച് താഴ്ത്തും 1.5 ഇഞ്ച് താഴ്ത്തും മുകളിലെ ഭാഗം ഒരു 1/2 ഇഞ്ച് താഴ്ഭാഗത്തും മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ചും കൂടി കൂട്ടി 1.5 ഇഞ്ച് താഴ്ത്തുമ്പിൽ 5 ഇഞ്ചിലാണ് 5 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 5 ഇഞ്ചിൽ പീസ് കട്ട് ചെയ്തെടുക്കുക. വരച്ചതുപോലെ വരച്ചിട്ട് വന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ക്യാൻവാസ് ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ലേസ് വെച്ചാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നടുഭാഗത്ത് പ്ലെയിനായിട്ട് തോന്നിയതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൊരു ബാക്കി വന്ന ലൈസിൻ്റെ പീസ് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ആ ക്യാൻവാസ് എവിടെ നിന്നാണ് വരുന്നതിൻ്റെ വെച്ചിട്ടൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഇതുപോലെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്ക് പാർട്ട് ക്യാൻവാസിൻ്റെ ആ പാർട്ട് ഫ്രണ്ടിലെ ബോഡി പീസായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുക. നല്ല ചീത്ത വശത്തിട്ട് മറുഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് ആ സെൻറ്റർ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മറിച്ച് നല്ല ഭാഗത്തിട്ട് എടുക്കത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ച് ഇപ്പുറത്തോട്ട് നല്ല ഭാഗത്തോട്ടാക്കി എടുക്കുക. നന്നായി ചെയ്ത് കൊടുക്കുക. നന്നായി ചെയ്തിട്ടൊന്ന് കറക്റ്റാക്കി എടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ടും ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് ഒന്ന് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ബാക്ക് പാർട്ടിലും നെക്കിലൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റായിട്ട്. കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ടിന് മുകളിലോട്ട് ഇതുപോലെ വെച്ചിട്ട് ഉള്ളിലോട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ ഡബിൾ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മറിച്ചെടുത്തതിന് ശേഷം ബാക്ക് പാർട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഫ്രില്ലിടാനായിട്ട് ഇതുപോലെ 12 ഇഞ്ച് ലെങ്ത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ലെങ്ത്ത് നമ്മുടെ താഴ്ഭാഗത്ത് സ്ലീവിൻ്റെ ലെങ്ത്തും വിത്തും അതിൻ്റെ ഒപ്പം താഴ്ത്തുമ്പം കൂടി കൂട്ടിയ ലെങ്ത്തിലാണ് ആ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു 2.5 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് 2 സൈഡ് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് മാറ്റി പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രില്ലിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഇവിടം വരെ ഒന്ന് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രില്ലിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴ്ഭാഗത്ത് ആ പീസ് ഇതുപോലെ ഉള്ളിലോട്ടാക്കി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവ് ബോഡി പീസുമായിട്ട് ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ തന്നെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തും തയ്ക്കുമ്പം മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് എക്സ്ട്രാ ആയിട്ടൊന്നും നീണ്ടു നിൽക്കില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ 2 സൈഡിലെ സ്ലീവ് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സ്കേർട്ട് പാർട്ട് ഇതുപോലെ തന്നെ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്തെടുക്കാം. 3 പീസ് കൂടി ഇതുപോലെ 2 സൈഡിലെ ചെറിയ പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം 2 സൈഡിൽ വരത്തക്ക രീതിയിൽ വേണം ഇത് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതുപോലെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ബോഡി പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്കേർട്ട് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഷേപ്പ് ചെയ്യാനായിട്ട് താഴത്തുമ്പോൾ 1 ഇഞ്ച് ആണ് താഴത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്തെ ഗദേഴ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാ പീസും കൂടി. അതിനുശേഷം ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/2 ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക മുഴുവനായിട്ട്. അതിനുശേഷം ഇതുപോലെ പ്ലീറ്റിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴ്ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.